സരള മെമ്പറല്ലേ? അതെ. എന്തുകൊണ്ട് സുഖം തന്നെ? സുഖം, പരമസുഖം. അതെ. എത്ര വോട്ടിനാണ് തോറ്റത്? അത് 300 വോട്ട്. എത്ര? 300. ആകെ 450 വോട്ടേ ഉള്ളൂ, അതിൽ 300 തോറ്റ. അതൊക്കെ പറ്റിപ്പോയി. എന്തായാലും ഈ ചെറു പ്രായത്തിൽ ഞാനല്ലേ ഇവിടെ നിന്നോളൂ വാർഡ് മെമ്പറായിട്ട് മത്സരിക്കാൻ. തന്നല്ലേ ചെറുപ്രായം. എന്നിട്ട് എനിക്ക് നിങ്ങൾ വോട്ട് തരാത്ത? പക്ഷെ ഒരുപാട് മാറ്റം വന്നു കേട്ടാ. സൂപ്പർ, അടിപൊളി കേട്ടാ. തന്നെ ഇതെന്താ പ്രില്ലൊക്കെ വെച്ചേക്കണം? അയ്യേ, ഇതെന്താ ഇത്? ഇതിപ്പോഴത്തെ മോഡലാണ്. സൂപ്പർ കേട്ടാ. വോട്ടിനാ തോറ്റ്. ഇലക്ഷൻ വന്ന് ആരും തന്നില്ല. പിന്നെ സന്തോഷമായിട്ട് ഡ്രസ് ചുമ്മാ ആൾക്കാരെ തരൂല. വോട്ടിട്ട് മെമ്പർ ആയി കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാനുള്ള എന്താന്നറിയാ, ആൾക്കാർക്ക് വല്ലതും ചെയ്തു കൊടുക്കണ്ടേ? വീട്ടിന്റെ താഴത്തെ റോഡ് കിടക്കുന്ന കിടപ്പ് കണ്ട? അത് അങ്ങനെ പണ്ട് അങ്ങനെയാണല്ലോ കിടക്കണത്. പിന്നെ നിങ്ങൾ 5 വർഷം ജയിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? എന്തറിയാ, ഞാൻ ഇനിയിപ്പോ റോഡ് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞേങ്കിലും. എന്തായാലും നിങ്ങളിപ്പോ ജയിക്കാത്തോണ്ടേ ഇപ്പൊ കേറിയ ഭരണസമിതി ഇല്ലേ, അവരെന്ത് ചെയ്ത് അവരെന്തോ ചെയ്യണം? അവർക്ക് വീടില്ലാത്തവർക്ക് വീട് സിറ്റി ഒന്നും കൂടെ കൊണ്ടുവരികയാണ്. ഫ്രീ വൈഫൈ ഫ്രീ ആയിട്ട് എല്ലാവർക്കും. അതേപോലെ തന്നെ നായ്ക്കൾ. ഞാനും ഇതൊക്കെ കൊടുക്കാൻ തന്നെ ഇരുന്നത്. അപ്പൊ ആളുകൾ നിങ്ങളെ കൊണ്ട് അതിന് പറ്റൂല. നിങ്ങളെ കൊണ്ട്, നിങ്ങൾ ഇവിടെ മാത്രം ഉള്ളവരാണ്. നിങ്ങൾ ഈ തീറ്റ അഹങ്കാരം കൊണ്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ത്യയിലെ പൂവടം കണ്ടിട്ടുണ്ടാ? പൂവടത്തിൽ കേരളത്തിന്റെ സ്ഥാനം കണ്ട? അതാണ്ട് ഇത്ര ഇങ്ങനെ 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 ഇങ്ങനെയാണ് കേരളത്തിന്റെ സ്ഥാനം. അവിടെ മാത്രമേ നിങ്ങളുള്ളൂ തന്നല്ലേ. പക്ഷെ ഈ ഇപ്പൊ ഭരിക്കുന്നവരങ്ങനെയല്ല. ആരാണ് ഭരിക്കണത്? ഏതാണ് ഈ കോർപ്പറേഷൻ ഭരിക്കണ? BJP. അതിനിപ്പോ ഞാൻ വേണം? ആരാ ഭരിക്കട്ടെ? അപ്പൊ വികസനത്തിന് അവരെ കൂടെ നിൽക്കൂല? ഞാൻ നിൽക്കത്തില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. എനിക്ക് എന്റേതായി. എനിക്ക് ഇലക്ഷന് ഞാൻ നിൽക്കുമ്പോ എല്ലാവരും എനിക്ക് വോട്ട് വരണം, ഞാൻ ജയിക്കണം, അതിൽ നിന്ന് 10 പൈസ ഉണ്ടാക്കണം. അത്രയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ട്. നിങ്ങൾ ആദ്യം ഇലക്ഷന് കയറിയപ്പോഴത്തേക്ക് നിങ്ങളെ ചെറിയ വീടായിരുന്നേ, ഇപ്പോഴത്തെ വീട്. അത് പിന്നെ വീട് വെക്കണ്ടേ? കയ്യിൽ പൈസ കിട്ടിയ പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാതെ ഞാൻ നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കൂ. അത് തന്നെ ഇപ്പൊ തോറ്റിങ്ങനെ വീട്ടിൽ ഇരിക്കണത്. കുഴപ്പമില്ല. അടുത്ത ഇലക്ഷന് ഞാൻ നിൽക്കും. എനിക്ക് വോട്ട് തരണം. വോട്ട് തരണം. അടുത്ത ഇലക്ഷന് നമുക്ക് ആലോചിക്കാം. മെമ്പർ എറുമ്പ് തട്ടിക്കളെ കണ്ട? എറുമ്പിന് പോലും കാണാൻ വയ്യാതെ ആയി. എറുമ്പ് വരെ അരിച്ചു തുടങ്ങി. അതാണ് നിങ്ങളുടെ കുഴപ്പം. കേട്ടാ? അതേപോലെ ഓരോ പ്രവർത്തനം. ഈ നായ്ക്കളില്ലേ റോട്ടിൽ കിടക്കണ? ഈ നായ്ക്കൾക്ക് പ്രത്യേക ഷെൽട്ടർ. അതെന്തിനെടുപ്പായി? നായ്ക്കൾക്ക് പ്രത്യേക ഷെൽട്ടർ ഒക്കെ ഉണ്ടായി കൊടുക്കും. ചുമ കേട്ടാ, അതാണ് നിങ്ങൾ കാര്യം പറയുമ്പോഴേ ചുമ വരും. കേട്ടാ, പ്രത്യേക ഷെൽട്ടർ അവർക്ക് വേണ്ടി ഒരു ഷെൽട്ടർ. ചുമ്മാ പൈസ കിട്ടണതെടുത്ത് ആളുകൾക്ക്. അപ്പൊ നായ്ക്കളെ എല്ലാം വെട്ടിക്കൊല്ലാന്നാ? എന്താ നിങ്ങൾ പറയണത്? കൊല്ലണം. ഇതൊക്കെ മനുഷ്യനെ ശല്യമല്ലേ? ഇതിനൊക്കെ ആര് നോക്കണത്? ഷെൽട്ടർ കെട്ടിയിട്ടിരുന്ന എന്തിനു ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ഇടപെടാൻ പോകുന്നത്? അപ്പൊ നിങ്ങൾ ഈ ഭരണം എനിക്ക് ഇഷ്ടപ്പെടില്ല, സത്യം പറയാം. എനിക്ക് എന്റെ ഭരണം ഇഷ്ടം. നിങ്ങൾ എന്തിനാണ് ജയിച്ചത്? എന്തിനാണ് നിങ്ങൾ കഴിഞ്ഞ തവണ മെമ്പറായിട്ട് ജയിച്ചത്? എന്തിനാണ്? ഞാൻ അതിൽ നിന്ന് കിട്ടണ കുറച്ച് പൈസയൊക്കെ എടുത്ത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി. ചെറിയ വീടല്ലായിരുന്നു അത്. പിന്നെ എന്റെ അലമാര നിറച്ച് തുണികളാണ്. അതിലൊരെണ്ണമാണ് ഈ കിടക്കണമെന്ന് തോന്നണം അല്ലേ? ചെരുപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ നാട്ടുകാരെ നന്നാക്കാനല്ല നിങ്ങൾ ജയിച്ചത്. എനിക്ക് കൊണ്ടുവരൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇലക്ഷന് തോറ്റിരിക്കണം. നാട്ടുകാരെ ചെലവിനെ ഞാൻ കഴിയണല്ലേ? അന്ന് ഇത്തിരി പൈസ ഉണ്ടാക്കി വെച്ചോണ്ട് ഇപ്പൊ എന്നെ മുട്ടാതെ പോകണം, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ കണ്ട ആറ്റുവ പൊങ്കാലയ്ക്ക് നിങ്ങൾ ഒന്നും പറയാനില്ലാത്തോണ്ട് എന്തെങ്കിലും പറയണം. ആറ്റുവ പൊങ്കാലയ്ക്ക് എന്തൊരു പ്രത്യേകത! എല്ലാരും പെണ്ണുങ്ങളെല്ലാം വന്ന് പൊങ്കാലിട്ട് പോയി. എല്ലാവർക്കും വെള്ളം കിട്ടിയാ? വെള്ളം എല്ലാ ബാത്റൂമിൽ പോകാനുള്ള സജ്ജീകരണം കിട്ടിയ? ഭക്ഷണം കിട്ടിയ? വാഹന സൗകര്യം കിട്ടിയ? അവരവർക്ക് വാഹനം ഉണ്ടോ വന്ന് ഇട്ടിട്ട് പോയി. അല്ലാതെ ഇല്ല, വാഹനം ഇല്ലാത്ത എത്ര ആൾക്കാർ? പിന്നെ ആര് വാഹനം അവര് മേടിച്ചു കൊടുത്താ? ഓരോരുത്തർക്ക് പൊങ്കാലയ്ക്ക് എല്ലാവർക്കും വാഹനം ഫ്രീ ആയിട്ട് കൊടുത്താ. അവര് എന്നാലും യാത്രയ്ക്കുള്ള സജ്ജീകരണം ചെയ്തു കൊടുത്താ? അതൊക്കെ എല്ലാം. പിന്നെ എത്ര സമയം കൊണ്ട് എല്ലാം ക്ലീൻ ആക്കി? കഴിഞ്ഞ വർഷം നിങ്ങളുടെ മേയർ ഉൾപ്പെടെ എന്ത് ചെയ്ത്? അവരെ ജോലിയാണ് ക്ലീൻ ആക്കുക എന്നുള്ളത്. അത് എത്രയും വേഗം ചെയ്ത് നിങ്ങളെ നാഥന് കഴിവില്ലാത്ത ആളായിപ്പോയി. അത് നിങ്ങളെ കണക്ക് പക്വത ഇല്ലാത്ത ഒരാളായിപ്പോയി. ആവശ്യമില്ല നമ്മളെ നാഥനെ കുറിച്ച് സംസാരിക്കരുത്. സ്വഭാവം മാറും. ഞാൻ പറയുന്നത് പക്വത ഇല്ലാത്ത ഒരാളായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. എന്തൊരു പക്വത ഇരിക്കണ്? എന്തൊരു പക്വത ഇല്ലേ? ആറ്റുവാൽ പൊങ്കാലയ്ക്ക് പോയപ്പോ തന്നെ ഒരു പാർക്കിങ്ങില് 200 രൂപ എന്നുള്ള സ്ഥാനത്ത് 400 രൂപ വാങ്ങി. അതെ, അപ്പൊ തന്നെ ചോദ്യം ചെയ്തു. അത് ചോദിക്കേണ്ട കാര്യമാണ്. അത് നല്ല കാര്യം. പിന്നെ അതിനെവിടെ ലൈസൻസ്?
മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തൊട്ട് ലൈസൻസ് എടുക്കണ്ടേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിന് ലൈസൻസ് എടുക്കണ്ടേ? ഒറ്റയടിക്ക് സാധാരണ നിങ്ങളെ ഭരണം ഉള്ളതുകൊണ്ടാണ് അവന്മാർക്ക് ഈ തോന്നിയാസം കാണിക്കുന്നത്. ഞങ്ങളുടെ ഭരണമല്ല, ഭരിക്കണത് നിങ്ങളാണ്. നിങ്ങളുടെ ഭരണമാണ്. ഇപ്പൊ ഭരണം നമ്മളതായി. നിങ്ങളുടെ ഭരണം കൊണ്ടാണ് തന്നെ. അയ്യോ, ചുമ്മയല്ല നിങ്ങളൊക്കെ തോക്കണത്. ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് തന്നെ വരാൻ പോകും. തോക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ സീറ്റ് കിട്ടിയാ, നിയമസഭ സീറ്റ് കിട്ടിയാ എവിടെ? അതേപോലെ നിങ്ങളുടെ നേതാവേ, ഈ കൊല്ലത്തെ ഒരു വനിതാ നേതാവ് സ്ത്രീകളെ കുറിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലാണല്ലോ മുദ്രാവാക്യം വിളിച്ചത്. വിവരമില്ലല്ലേ നിങ്ങളെ പാർട്ടിക്കാർക്ക്? അങ്ങനെയൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. എന്ത് അധിക്ഷേപമാണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞു സ്ത്രീകളെ കുറിച്ച് വെറും മോശമായ രീതിയിലാണ് ഞാൻ ഇംഗ്ലീഷ് വിളിച്ചത്. അതൊക്കെ മോശമല്ലേ? എനിക്ക് മാഡത്തിന്റെ പറയാൻ കൊള്ളൂല. അത്രയ്ക്ക് വൃത്തിയായിട്ട രീതി പറയണ്ട, ചെവി പറഞ്ഞാൽ ഇല്ല, വെറും വൃത്തിയായിട്ട രീതി. ഇതൊക്കെ എന്താണ്? സീറ്റ് വരാന്ന് പറഞ്ഞാ ഇവിടെ നിന്ന് പോയി വേറെ എങ്ങോട്ടെങ്കിലും സീറ്റ് കിട്ടുമോ? നോക്കുന്നു പിന്നെ ഇപ്പൊ അവരെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഞാനത് നൈസായിട്ട് അറിഞ്ഞതാണ്. പഴയ വയസ്സായവരെ തന്നെ വീണ്ടും ഇലക്ഷനിലോട്ട് വയ്ക്കുകയാണ്. ഞാൻ മരിച്ച ആൾക്കാരെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുമെന്നാണ് നോക്കണത്. വോട്ടർ അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ടേ? മെമ്പർ ആയിരുന്നാ മതി. എന്നും പിന്നെ മെമ്പറാ തോറ്റ് MLA ആയിക്കൂടെ? MLA ആവാനാ? പിന്നെ ഒരുപാട് വെട്ടിച്ചൂടെ? ഇപ്പൊ ചെറിയ വീടാണ് വെച്ചെങ്കിലേ കാറില്ലല്ലോ, ഇപ്പോഴും സ്കൂട്ടറിലല്ലേ. കാറൊക്കെ വായിക്കണ്ടേ? അതാണ് ഒരു വിഷമം. കഴിഞ്ഞതിന് പോകാനൊക്കെ അത്രയും പിള്ളേരെയൊക്കെ വലിയ സ്കൂളിൽ പഠിപ്പിക്കണ്ടേ? MLA ആവുമ്പോഴേ കൂടുതൽ വെട്ടാം. ശ്രമിച്ചു നോക്കാത്തത്? ഞാൻ അടുത്ത പ്രാവശ്യം ശ്രമിച്ചു നോക്കാം. ഈ പ്രാവശ്യം തന്നെ ശ്രമിച്ചു നോക്ക്. ഈ പ്രാവശ്യം ശ്രമിക്കാം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇലക്ഷൻ അല്ലേ, വോട്ട് തരാതുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്യും. സത്യം. വോട്ട് തരാതെ എന്താ? പിന്നെന്തര്? നിങ്ങൾക്ക് വോട്ട് തന്നിട്ട് എന്താ കാര്യം? ഇപ്പൊ നിങ്ങളെ മനസ്സിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് തരും? സ്വന്തം കാര്യം സിന്താവ കൊള്ളാൻ കേട്ടോ. ചുമ്മയല്ല നിങ്ങളെ. ഞാനൊരു ഇന്ത്യൻ പൗരൻ. അയ്യോ നടക്കണ നടപ്പ് കണ്ട. അയ്യോ കൊള്ളാലടി.